സ്നേഹമുള്ളവരെ, ചില ജീവിതങ്ങളുടെ വിജയരഹസ്യം ഒരുപക്ഷെ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന സത്യങ്ങളായിരിക്കില്ല അവരുടെ വിജയരഹസ്യം. ചിലപ്പോൾ അവരുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ കൂട്ടുകെട്ടും അവരുടെ ബഡ്ജറ്റിങ്ങും സാമ്പത്തിക ഭദ്രതയും ആൾബലങ്ങളൊക്കെ ആണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ന്യൂജൻ സാധ്യതകൾ ഇതൊന്നുമല്ല, ടെക്നോളജീസ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഉള്ളറവുകളിലേക്ക് ചെല്ലുമ്പോൾ മറ്റ് രഹസ്യങ്ങൾ ചുരുളടിയുന്നതായി കാണാൻ പറ്റും. ചില ജീവിതങ്ങളുടെ രഹസ്യങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയാൻ സാധിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാം വാക്യം, താൻ ജനക്കൂട്ടത്തെ പിരിച്ചു വിടുമ്പോഴേക്കും വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലേക്ക് ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ഇനിയുള്ള വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ നല്ല പ്രകാശമുള്ള സായാഹ്നങ്ങളുണ്ട്, അത്ഭുതത്തിൻ്റെ നേരങ്ങൾ, കയ്യടിയുടെ നേരങ്ങൾ, എല്ലാവരും ഓളം തട്ടി നിൽക്കുന്ന സമയം. എന്നാൽ അവരെയെല്ലാം പറഞ്ഞയച്ചിട്ട്, ശിഷ്യന്മാരെ മറുകരയിലേക്ക് പറഞ്ഞയച്ചിട്ട്, എൻ്റെ കൂടെ ഈ സമയം അത്രേ ഉണ്ടായിരുന്ന ആ ദൈവജനത്തിന് ടാറ്റ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് പിന്നെ ക്രിസ്തു മാറുകയാണ് മലയിലേക്ക് ഒറ്റയ്ക്ക്. നമ്മുടെ ക്രിസ്തു ജീവിതത്തിൻ്റെ രഹസ്യം നമ്മളിവിടെ തിരിച്ചറിയുക. ഈ ജനക്കൂട്ടങ്ങളല്ല, ഈ കൂടെ നിൽക്കുന്ന മറ്റാരുമല്ല, മറിച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബലമുണ്ട്. അത് ദൈവവുമായി മലയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കിട്ടുന്ന ബലമാണ് ക്രിസ്തുവിൻ്റെ ബലമെന്ന് ക്രിസ്തു പറയാതെ പറയുക. സ്നേഹമുള്ളവരെ, നിനക്കിങ്ങനെ ഒറ്റയ്ക്കിരുന്നൊരു ബലം പ്രാപിക്കൽ സമയമുണ്ടോ? ഇങ്ങനൊരു ചാർജ് ചെയ്യുന്ന സമയം നിൻ്റെ ജീവിതത്തിലുണ്ടോ? ചാർജ് കുറഞ്ഞു പോകും, ബാറ്ററിയുടെ മൊബൈലിൻ്റെ ചാർജ് കുറഞ്ഞു പോകും. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളത് ചാർജ് ചെയ്യും. സ്നേഹം, ഈ ചാർജിങ് മൊമെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവരെയും പറഞ്ഞയക്കണം, നമ്മളിൽ നിന്ന് അകറ്റണം. നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന, നമ്മളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബാക്കിയുള്ള എല്ലാവരെയും മാറ്റിവെച്ച് ക്രിസ്തു അപ്പനിലേക്ക് അടുക്കുകയാണ്, മലയിലേക്ക് അടുക്കുകയാണ്. ഈ ഒരു അനുഭവം നമുക്കുണ്ടാകണം. 24 മണിക്കൂർ നമുക്കുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് സമയം നമ്മളിങ്ങനെ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുന്ന മണിക്കൂറുണ്ടായിരിക്കണം. വിശുദ്ധ ബൈബിൾ കയ്യിലെടുത്ത് തനിച്ചിരുന്ന് ഒരു മുറിയുടെ അറ്റത്ത് എവിടെയെങ്കിലും ഇരുന്ന് ഈശോയുടെ മാത്രം നിൻ്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നൊരു ചൈതന്യം രൂപപ്പെടുത്താമോ? ഒരു ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു യാമത്തിൽ ഒരു മൊമെൻറ്റ് 10 മിനിറ്റ് ആയിക്കൊള്ളട്ടെ, ഈശോയുടെ മാത്രം അടുത്തിരുന്ന് ഈശോയുടെ മനസ്സിലാക്കുന്ന, ഈശോയോടൊപ്പം മലയനുഭവത്തിലായിരിക്കുന്ന ഒരു ഈശോയെപ്പോലെ നിനക്കും ഇരിക്കാൻ പറ്റുമോ? സ്നേഹമുള്ളവരെ, അങ്ങനൊരു അനുഭവം ആർജിച്ചെടുക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു നീ നിൻ്റെ ജീവിതം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും. നീ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും. നീ ചെല്ലുന്നിടത്തെല്ലാം ദൈവകൃപ വ്യാപരിക്കും. അത്ഭുതത്തിൻ്റെ ജീവിതമെന്ന് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ നോക്കി വിധി എഴുതുമുള്ളത് ഉറപ്പാണ്. ഈ മല അനുഭവം നമ്മളെ വല്ലാതെ കൃപയുള്ളവരാക്കി മാറ്റുമെന്നത് മറന്നു പോകരുതേ. അനുഗ്രഹമാവട്ടെ. ആമേൻ.